ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. Good morning students, welcome to Shafi's Teacher Educator. Today we are going to deal with pyrexia of unknown origin, PUO. So what is pyrexia of unknown origin? Petersdorf and Beeson, two physicians, defined pyrexia of unknown origin in 1961. It is defined as a temperature greater than 38.3 degrees Celsius or 101 Fahrenheit on several occasions, or last for more than 3 weeks, or failure to reach a diagnosis after 1 week of inpatient investigation. The term fever of unknown origin is also sometimes used. അപ്പോൾ എന്താണ് പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ, PUO? 1961 പീറ്റേഴ്സ്ഡോർഫും ബീസണും ടു ഫിസിഷ്യൻസ് ആണ് പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ ഡിഫൈൻ ചെയ്തത്. എന്താണ് അവർ ഡിഫൈൻ ചെയ്തത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണല്ലോ? 38.3 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ 101 ഫാരൻഹീറ്റിലോ ഉള്ള ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ടെമ്പറേച്ചർ. നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിൽ നിന്ന് മാറി 38.3 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആകുമ്പോഴാണ് അത് നമ്മൾ പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ്റെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നത്. മെയിനായിട്ടും 38.3 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ഫോർ മോർ ദാൻ 3 വീക്സ്. ആ ഫീവർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലാസ്റ്റ് ഫോർ മോർ ദാൻ 3 വീക്സ്. 3 ആഴ്ചകൾ കൂടുതൽ അതെന്ത് ചെയ്യും, ഒരു ആളുടെ ബോഡിയിൽ ഉണ്ടാവും. ആ ഫീവർ അതുപോലെ തന്നെ നിലനിൽക്കും. ദെൻ ഫെയിലിയർ ടു റീച്ച് എ ഡയഗ്നോസിസ് ആഫ്റ്റർ 1 വീക്ക് ഓഫ് ഇൻപേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ. ഒരാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരാഴ്ചയോളം എടുത്ത് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, ഡയഗ്നോസിസിൽ കൂടെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് അതിനൊരു കാര്യം അല്ലെങ്കിൽ അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ദീസ് ആർ ദ definitions for the pyrexia of unknown origin given by Petersdorf and Beeson in 1961. അതുപോലെ തന്നെ PUO അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ, FUO. സോ PUO എന്നറിയപ്പെടാം അല്ലെങ്കിൽ FUO എന്ന് അറിയപ്പെടാം. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് PUO. അതിനകത്ത് വരുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് 1, 2, 3, 4 categories. Classic, nosocomial, immune deficient or neutropenic, HIV associated. അപ്പോൾ ഇതാണ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? ക്ലാസിക്. സെക്കൻഡ് വൺ ഈസ് നോസോകോമിയൽ, ദെൻ ഇമ്മ്യൂൺ ഡെഫിഷ്യൻറ്റ് ഓർ ന്യൂട്രോപ്പീനിക്, HIV അസോസിയേറ്റഡ്. ആദ്യത്തിലേക്ക് നമുക്ക് പോവാം, ക്ലാസിക്കിലേക്ക് പോവാം. അതിൻ്റെ ടെമ്പറേച്ചർ നോക്കിക്കേ, 38.3 ഡിഗ്രി സെൽഷ്യസിൽ ഗ്രേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. നോസോകോമിൽ എടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ എത്ര തന്നെയാണ്? സെയിം തന്നെയാണ്. ഇമ്മ്യൂൺ ഡെഫിഷ്യൻറ്റ് ഓർ ന്യൂട്രോപ്പിനിക് എടുത്താലും എത്ര തന്നെയാണ് ടെമ്പറേച്ചർ? 38.3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ HIV അസോസിയേറ്റഡിനകത്തും ഏത് പറയുന്നുണ്ട്? ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നിങ്ങൾ ഒരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് കാറ്റഗറീസ്? ക്ലാസിക്, നോസോകോമിയൽ, ഇമ്മ്യൂൺ ഡെഫിഷ്യൻറ്റ് ഓർ ന്യൂട്രോപ്പീനിക്, HIV അസോസിയേറ്റഡ്. ഇതിനകത്തെല്ലാം ഡെഫിനിഷൻ പറയുമ്പോൾ എത്ര പറയണം? ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിന് നമ്മൾ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. ടെമ്പറേച്ചർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ് ഓർ 101 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ 100.9 ഫാരൻഹീറ്റ്. അത് തന്നെയാണ് 101 ഫാരൻഹീറ്റ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി ക്ലാസിക് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ഗ്രേറ്റർ ദാൻ 3 വീക്സ്. 3 ആഴ്ച വരെയൊക്കെ നീണ്ടുപോകാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നീണ്ടുപോകാം ക്ലാസിക് PUO എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ദെൻ ഇവാലുവേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 3 ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ്സ് ഓർ 3 ഡേയ്സ് ഇൻ ഹോസ്പിറ്റൽ. അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ഇവാലുവേഷൻ പ്രൊസീജിയറാണ് ക്ലാസിക്കിനകത്ത് ഉള്ളത്. എന്താണ് എറ്റിയോളജീസ്? അതിൻ്റെ കോസസ് എന്തൊക്കെയായിരിക്കും? ക്ലാസിക്കിന് വരുന്നത് ഇൻഫെക്ഷൻ. സോ സ്വാഭാവികമായിട്ടും പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻഫെക്ഷനിൽ കൂടെയാണ്. ഏതെങ്കിലും ഓർഗാൻസ് നമ്മുടെ ബോഡിയിൽ കയറുമ്പോഴായിരിക്കാം ഫീവർ വരുന്നത്. മാലിഗ്നൻസി, ക്യാൻസർ പോലെയുള്ള ഓപ്ഷൻസ്, കൊളാജൻ വാസ്കുലാർ ഡിസീസ്.
നമുക്കറിയാം കൊളാജൻ വാസ്കുലർ ഡിസീസ് പറയുമ്പോൾ ലൂപ്പസും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ വരുന്നതാണ് കൊളാജൻ വാസ്കുലർ ഡിസീസ് എന്ന് പറയാം. The next one is nosocomial. So what is nosocomial? It is otherwise known as hospital acquired infection. That is HAI. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. HAI എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, HAI. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ് അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നുകിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം, പേഷ്യൻ്റ് ആയിരുന്നു കാണാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കാണാൻ പോയതായിരിക്കാം. സോ അങ്ങനെയൊക്കെ കിട്ടുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ നോസോകോമൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ ഈസ് 38.3 ഡിഗ്രി സെൽഷ്യസ്, പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് greater than or equal to 24 hours but no fever or incubating on admission, evaluation of at least 3 days. ഇവിടെ 3 days ആണ് ഇവിടെ നമ്മൾ പറഞ്ഞതും അത് തന്നെയാണ്. 3 days in hospital എന്ന് തന്നെയാണ് ഇവാലുവേഷൻ പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് ഫീവർ ഒന്നും ഉണ്ടാവില്ല. 24 hours കഴിയുമ്പോഴോ 48 hours കഴിയുമ്പോഴോ നമുക്ക് ഫീവർ ഉണ്ടാവാം. ഇതിന് കാരണം എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ എന്ററോകോളിറ്റീസ്, ദാറ്റ് ഈസ് ക്ലോസ്ട്രീഡിയം ഇൻഫെക്ഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കാം, ഏതെങ്കിലും ഡ്രഗ് നമ്മൾ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഫീവർ ഉണ്ടാവുക. ദെൻ അല്ലെങ്കിൽ പൾമണറി എംബോളിസം, സെപ്റ്റിക് ത്രോംബോഫ്ലെബ്റ്റിസ്, ദെൻ സൈനസൈറ്റിസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം, നോസോകോമൽ ഇൻഫെക്ഷന് മെയിൻ ആയിട്ടുള്ള കാരണം. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് മാത്രം എഴുതി പഠിക്കുക, ബിക്കോസ് ചില വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. പറ്റുന്നവർ അത് ഫുള്ളായിട്ട് പഠിക്കുക, അതർവൈസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മറന്നുപോകും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻറ്റ് ഓർ ന്യൂട്രോപെനിക്. ദ ടെമ്പറേച്ചർ ഈസ് സെയിം, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. ന്യൂട്രോഫിൽ കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 per mm³. ദെൻ ഇവാലുവേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 3 days. സെയിം തന്നെയാണ്, 3 days ഇവാലുവേഷൻ തന്നെയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ എറ്റിയോളജീസ്, കോസസ്? Opportunistic bacterial infection. We know that what is opportunistic bacterial infection. നോർമൽ ഫ്ലോറ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ട്രാൻസിയൻറ്റ് ഫ്ലോറ ആൻഡ് റെസിഡൻറ്റ് ഫ്ലോറ ഉണ്ട്. സോ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടാവും ഈ ബാക്ടീരിയൽ ഫ്ലോറയൊക്കെ, ബട്ട് വെനെവർ ദേ വിൽ ഗെറ്റ് എ ചാൻസ് ടു ഇൻഫെക്റ്റ്, ആ സമയത്ത് മാത്രമേ ആ ബാക്ടീരിയൽ കോളനീസ് ഇൻഫെക്റ്റ് ചെയ്യുള്ളൂ. എപ്പോഴാണ് ആ ചാൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റസ് താഴേക്ക് പോകുമ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്താണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫോം ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയാൻ കാരണം. ദെൻ ആസ്പെർജിലോസിസ്, കാൻഡിഡിയാസിസ്, ഹെർപ്സ് വൈറസ്. സോ ദീസ് ആർ ദ സം അതർ കോസസ് ദാറ്റ് ക്യാൻ ലീഡ്സ് ടു ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് ഓർ ന്യൂട്രോപെനിക് ഇൻഫെക്ഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് HIV associated. Temperature is same. Then duration of greater than 4 weeks for outpatients and greater than 3 days for inpatients. Outpatient കാര്യത്തിൽ greater than 4 weeks പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ എന്താണ് greater than 3 days of inpatients. Then HIV infection confirmed. So these are the things that can associate with HIV. ഇനി എന്തൊക്കെയാണ് etiologies? Causes എന്തൊക്കെയായിരിക്കും? Cytomegalovirus, Mycobacterium avium intracellular complex, Pneumocystis carinii pneumonia and drug induced. So these are the etiologies. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിത് കറക്റ്റായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാറ്റഗറീസ്, 4 categories: ക്ലാസിക്, നോസോകോമിയൽ, ഇമ്മ്യൂൺ ഡെഫിഷ്യൻറ്റ് ഓർ ന്യൂട്രോപെനിക്, ദെൻ HIV associated. ഇത് പഠിച്ചല്ലോ, ഈ 4 എണ്ണം പഠിച്ചു അല്ലേ. സോ 4 categories. ഈ 4 categoriesൽ നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ പറയുമ്പോൾ ടെമ്പറേച്ചർ നമുക്ക് എല്ലാത്തിനകത്തും സെയിം തന്നെ പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് കം അണ്ടർ പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ. ഇനി നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടത് എറ്റിയോളജീസിലാണ്. അപ്പോൾ അതിനകത്ത് ക്ലാസിക്കിനകത്ത് വരുന്ന എറ്റിയോളജീസ് പഠിച്ചു വെച്ചോണം. ഇൻഫെക്ഷൻ, മാലിഗ്നൻസി ആൻഡ് കൊളാജൻ വാസ്കുലർ ഡിസീസ്, ഈ 3 കാര്യങ്ങളാണ് എറ്റിയോളജീസിൽ വരുന്നത്. നോസോകോമിയൽ ഇൻഫെക്ഷനകത്ത് നിങ്ങൾക്ക് ഓർഗാൻസിന്റെ പേര് കിട്ടിയില്ല എങ്കിൽ സോ അതർവൈസ് എന്ത് പറയാം, നിങ്ങൾക്ക് മൈക്രോ ഓർഗാനിസം ഇൻഡ്യൂസ്ഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആണെന്ന് പറയാം അല്ലേ. സോ ഇത് കാര്യങ്ങളൊക്കെ വരുന്നത് നോസോകോമൽ ഇൻഫെക്ഷനിലാണ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് HAI എന്ന് നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇമ്മ്യൂൺ ഡെഫിഷ്യൻറ്റ് ന്യൂട്രോപെനിക്കിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ടെമ്പറേച്ചർ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ന്യൂട്രോഫിൽ കൗണ്ട്, ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ന്യൂട്രോഫിൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 per mm³ ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന പ്രോബ്ലംസ്, ഓപ്പർച്യൂണിസ്റ്റിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആയിക്കഴിഞ്ഞാൽ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു.
then aspergillosis, candidiasis, herpes virus. Then HIV associated temperature same തന്നെയാണ്. Then അതിനകത്ത് വരുന്ന ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഏജൻസിനെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എന്തായാലും മൈക്രോബാക്ടീരിയത്തിൻ്റെ പേര് നമുക്ക് എഴുതാം. ദ ന്യൂമോസിസ്റ്റിസ് കാർണി ന്യൂമോണിയ ബാക്ടീരിയൽ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആയിരിക്കാം, ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആയിരിക്കാം ഡ്രഗ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് PO. Then common causes of fever of unknown origin. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന മെയിൻ കോസസ്, നമ്മളിവിടെ ഒരുപാട് കോസസ് നമ്മൾ എഴുതി, എറ്റിയോളജീസിനകത്ത് ഒരുപാട് കോസസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എടുത്ത് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 5 മേജർ കോസസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. നമ്മൾ പറഞ്ഞു പല കേസസിനകത്തും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈസ് ദ മേജർ തിങ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓസ്റ്റിയോമൈലിറ്റിസ്, then pyelonephritis, abscesses, infective endocarditis, tuberculosis, cat scratch disease, typhoid fever. These are included in bacterial infections. The next one is viral infection. Epstein-Barr virus, cytomegalovirus, enterovirus, and adenovirus. These are the major group of virus that can cause the unknown origin, that is fever of unknown origin or pyrexia of unknown origin. Then malignancy, leukemia, lymphoma, neuroblastoma. So these are the various variants of cancer, malignancy. Then autoimmune, juvenile idiopathic arthritis, systemic lupus erythematosus, then inflammatory bowel disease. So these are the things come under autoimmune. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ ഇവിടെ തരുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ ഇവിടെ എറ്റിയോളജീസ് പറയുന്നുണ്ട്. ഈ എറ്റിയോളജീസിൽ നിന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ കോസസ് എടുക്കാൻ ട്രൈ ചെയ്യണം. അതർവൈസ് ഗോ ഫോർ ദിസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ, മാലിഗ്നൻസി, ദെൻ ഓട്ടോ ഇമ്മ്യൂൺ ആൻഡ് മിസ്ലേനിയസ്. എന്തൊക്കെയാണ്? കാവസാക്കി ഡിസീസ്, ഡ്രഗ് ഫീവർ, പീരിയോഡിക് ഫീവർ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കോമൺ കോസസ് ഓഫ് ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ ഓർ പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ. So these are the pie chart shows the common causes of PO. You can see the percentage of major causes of PO. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് 40% ആണ്. 40% ഏത് വഴിയാണ്? ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ, വൈറൽ ഓർ സം അതർ കേസസ് ഓർ ത്രൂ ദ തേർഡ് പാർട്ടി. ഓക്കെ, ഇൻഫെക്ഷന് എന്തായാലും ഒരു ഏജന്റ് ഉണ്ടാവും. Then 25% എന്ന് പറയുന്നത് മാലിഗ്നൻസി ആണ്. സോ സെക്കൻഡ് കാറ്റഗറിക്കകത്ത് വരുന്നത് 25% മാലിഗ്നൻസി ആണ്. Then ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് 15% ആണ്. Then other miscellaneous 10% and undiagnosed 10%. Very important. Undiagnosed ആയിട്ടുള്ള കേസസും ഉണ്ട്. നമുക്ക് എത്ര ദിവസം ഇൻപേഷ്യൻ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും there is a chance നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർബന്ധമൊന്നുമില്ല. അൺഡയഗ്നോസ്ഡ് ആയിട്ടിരിക്കുന്ന കേസസും ഉണ്ട്. സോ ദാറ്റ് ക്യാൻ ബി കം അണ്ടർ 10%. ഓക്കെ, സോ ദീസ് പെർസെൻറ്റേജസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം. നിങ്ങളിത് പഠിച്ചു വെക്കുക. ഈ പൈ ചാർട്ട് വരച്ച് കാണിക്കാമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് വരയ്ക്കാനും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻഫെക്ഷൻ ഈസ് 40%, മാലിഗ്നൻസി 25%, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കം അണ്ടർ 15%, and other miscellaneous 10%, undiagnosed include 10%. Okay, then malignancies ഇതിനകത്ത് പറയുമ്പോൾ we can categorize into two, hematological and non-hematological. So from the word itself, hematology എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം it's related to blood. So lymphoma and chronic leukemia. So these two are come under which one? Hematology. അല്ലെങ്കിൽ hematological ആയിട്ടുള്ള malignancy ഗ്രൂപ്പിനകത്താണ് ലിംഫോമ അല്ലെങ്കിൽ ക്രോണിക് ലിംഫോമ വരുന്നത്. നോൺ ഹെമറ്റോളജിക്കകത്താണ് റീനൽ സെൽ ക്യാൻസർ, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, pancreatic cancer, colon cancer, hepatoma and sarcomas. So these are the things come under which one? Non-hematological malignancies. അപ്പോൾ hematological malignancies ഉണ്ട്, non-hematological malignancies ഉണ്ട്. ഹെമറ്റോളജിക്കകത്ത് നമ്മൾ പറഞ്ഞു ലിംഫോമ ആൻഡ് ക്രോണിക് ലുക്കീമിയ. ഇപ്പോൾ തന്നെ പഠിച്ചു പോയിക്കോളൂ, ലിംഫോമ ആൻഡ് ക്രോണിക് ലുക്കീമിയ. നോൺ ഹെമറ്റോളജിക്കിനകത്താണ് റീനൽ സെൽ ക്യാൻസർ, then hepatocellular carcinoma, pancreatic cancer, colon cancer, hepatoma and sarcomas. Okay, clear ആണല്ലോ? മാലിഗ്നൻസിക്കകത്തുള്ള രണ്ട് കാറ്റഗറീസ് നിങ്ങൾ എഴുതി വെച്ചോണം. അതിനകത്ത് നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന അത്തരത്തിൽ എന്താ എക്സാമ്പിൾസും എഴുതി വേണം പോകാൻ.
Then collagen vascular disease or autoimmune disease. ഇതിനകത്ത് ഞാൻ കുറച്ചേറെ കൊളാജൻ വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത് മാത്രം എഴുതിയെടുക്കുക, പഠിക്കാൻ എളുപ്പമുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചാൽ മതിയാവും. അഡൽട്ട് സ്റ്റിൽസ് ഡിസീസ്, പോളിയോ മൈലാജിയ റുമാറ്റിക്ക, ടെമ്പറൽ ആർത്രൈറ്റിസ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, റൊമറ്റോയ്ഡ് ഫീവർ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആൻഡ് റൈറ്റേഴ്സ് സിൻഡ്രോം. ഇതിനകത്ത് ഏകദേശം ഉള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് പഠിച്ച കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി നോക്കിയിട്ട് വേണം ഈ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പോളി ആർത്രൈറ്റിസ് നോഡോസ, ജയന്റ് സെൽ ആർത്രൈറ്റിസ്, കാവസാക്കി ഡിസീസ്, സ്റ്റിൽസ് ഡിസീസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ്, ദെൻ വാസ്കുലറ്റൈറ്റ്സ്. അപ്പോൾ ഇത്രയാണ് കൊളാജൻ വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then others or miscellaneous നകത്ത് വരുന്നത് it may be due to the drugs or hyperthyroidism, alcoholic hepatitis, sarcoidosis, inflammatory bowel disease, deep venous thrombosis. So these are the other causes. Or miscellaneous നകത്ത് വരുന്നതാണ് drugs, hyperthyroidism, alcoholic hepatitis, sarcoidosis, inflammatory bowel disease and deep venous thrombosis. ഇനി ഇതിനകത്ത് ചില ഡ്രഗ്സുകൾ എടുത്ത് പറയുന്നുണ്ട്, അത് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു പോകണം. പെൻസിലിൻ, ദെൻ ഫിനിറ്റോയിൻ, കാപ്റ്റോപ്രിൽ, അലോപിറിനോൾ, എറിത്രോമൈസിൻ ആൻഡ് സിമെറ്റിഡിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് ഒക്കെ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പെൻസിലിൻ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും, എറിത്രോമൈസിൻ ഒക്കെ ഫെമിലിയർ ആയിരിക്കും, സിമെറ്റിഡിൻ ഒക്കെ ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, ദെൻ ഡയഗ്നോസിസ്, മോർ ഇൻവേസീവ് ടെസ്റ്റിംഗ് സച്ച് ആസ് ബയോപ്സി ഓഫ് ബോൺ മാരോ, liver or lymph nodes should be performed only when clinical suspicion shows that these tests are indicated or when the source of the fever remains unidentified after extensive evaluation. നമ്മൾ പറഞ്ഞു 3 days of evaluation ആണ് മിക്ക കാറ്റഗറീസിനകത്ത് നമ്മൾ പറഞ്ഞത് 3 days of evaluation ആണ്. അപ്പോൾ അത് ഇവാലുവേഷൻ നടത്തിയിട്ടും പറ്റുന്നില്ല, നമുക്ക് അതിൻ്റെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡയഗ്നോസിസ് ഫീച്ചർ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ we can go for the more invasive testing such as biopsy of bone marrow, liver or lymph nodes. ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. When the definitive diagnosis remains elusive and the complexity of the case increases. ഇത് പ്രോപ്പറായിട്ട് അതിൻ്റെ കോഴ്സ് നമ്മൾ അറിയാതിരിക്കാൻ നോട്ട് ക്ലിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So that is elusive and the complexity of the case increases. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തിന് പോവാം? ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ്, റൊമറ്റോളജി ഓർ ഓങ്കോളജി കൺസൾട്ടേഷൻ മേ ബി ഹെൽപ്ഫുൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ റൊമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓങ്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ മറ്റ് കൺസൾട്ടേഷനിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫീവറിൻ്റെ കറക്റ്റ് ഡയഗ്നോസിസ് നടത്താൻ പറ്റൂ. Then it is very important to take a thorough history. ഇനി ഏത് ഫീവർ ആയിട്ട് ഒരു ഇൻപേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അവരുടെ ഹിസ്റ്ററി, പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചാൽ മാത്രം പോരാ, അവരോട് ചോദിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സോ എൻക്വയർ അബൌട്ട് സിംറ്റംസ് ഫ്രം ഓൾ മേജർ സിസ്റ്റംസ് ഇൻക്ലൂഡ് ജനറൽ കംപ്ലൈൻറ്റ്സ്, എക്സാമ്പിൾ ഫീവർ, വെയിറ്റ് ലോസ്, നൈറ്റ് സ്വെറ്റ്സ്, ഹെഡേക്സ് ആൻഡ് റാഷസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റെക്കോർഡ് ഓൾ കംപ്ലൈൻറ്റ്സ് ഈവൻ ഇഫ് നോട്ട് കറന്റ്ലി പ്രസന്റ്. പ്രീവിയസ് ഇൽനസ് ഇൻക്ലൂഡിംഗ് സർജറി ആൻഡ് സൈക്യാട്രിക് പ്രോബ്ലംസ് ആർ ഇമ്പോർട്ടൻറ്റ്. Discuss nutrition including consumption of dairy products and the source of these products. അപ്പോൾ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും, ഇൽനസ് ഇപ്പോഴില്ലെങ്കിൽ പോലും അത് നേരത്തെ ഉണ്ടോ എന്നുള്ള കാര്യം തിരക്കി എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, പ്രീവിയസ് ഇൽനസ് ഉണ്ടെങ്കിൽ അത്, സർജറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സൈക്യാട്രിക് പ്രോബ്ലംസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹിസ്റ്ററി തറവായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത്. ബിക്കോസ് അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാവാം ഈ ഫീവർ ഇപ്പോഴും നിലനിൽക്കാൻ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകാൻ കാരണം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, then drug history should be recorded to include over the counter medication, prescription medications and any illicit substances. Then next one is immunization status should be documented. Inquire about family history of illness. Occupational history should include exposure to chemicals or animals. Take a history of travel and recreational habits including possible exposure to ticks and other vectors. Sexual history should be recorded. അപ്പോൾ ഇതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. ഡ്രഗ് ഹിസ്റ്ററി വന്നിട്ടുണ്ട്, ദെൻ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടാവും.
Then enquire about the family history. നിങ്ങളുടെ ഫാമിലിക്ക് ആർക്കെങ്കിലും ഇന്ന ഡിസീസ് ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന ഇൽനെസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. Then occupational history. ജോലി സംബന്ധമായിട്ട് കിട്ടുന്ന പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം. Then history of travel and recreational habits. Then sexual history should be recorded. ഇതൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. The physical examination should be repeated daily while the patient is in hospital. നമ്മൾ പറഞ്ഞു 3 days of evaluation ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയുണ്ടോ എന്നാണ് മെയിനായിട്ട്. റാഷസ് ഉണ്ടോ, ബോഡിയിൽ റാഷസ് വന്നിട്ടുണ്ടോ, ദെൻ ലിംബ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, സൈൻസ് ഓഫ് ആർത്രൈറ്റിസ്, ന്യൂ ഓർ ചേഞ്ചിങ് കാർഡിയാക് മർമേഴ്സ്, ദെൻ അബ്ഡോമിനൽ ടെൻഡർനെസ് ഓർ റിജിഡിറ്റി. ഇതൊക്കെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. Should be repeatedly daily while the patient is in hospital. Okay, so rashes, limb node enlargement, sign of arthritis, new or changing cardiac murmurs, abdominal tenderness or rigidity. Then investigation. എന്തിനാ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അല്ല, നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും പേഷ്യന്റിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. ഇനി അത് കൺഫേം ചെയ്യണം, പ്രോപ്പറായിട്ട് കൺഫേം ചെയ്യണം. ദെൻ ഓൺലി വി ക്യാൻ പ്രിസ്ക്രൈബ് ദ മെഡിക്കേഷൻ. സോ അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പഠിച്ചു പോകണം. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്, ദറ്റ് ഈസ് ESR, വി നോ ദാറ്റ്. C ക്രിയാറ്റീവ് പ്രോട്ടീൻ CRP, LFTs, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ANA ടെസ്റ്റ്, RHF factor and TFTs should be taken. The next one is labeled white cell scan, blood cultures, culture urine, sputum, stool and CSF, and morning gastric aspirates in the case of tuberculosis. If tuberculosis is suspected, we need to go for take morning gastric aspirates. Then abdominal CT scan and echocardiography. If endocarditis is suspected, we need to go for echocardiography. Then should be considered CT, MRI and positron emission tomography, that is PET scanning. So these are the methods used for the proper investigation. Okay, diagnose ചെയ്താൽ മാത്രം പോരാ, നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, കറക്റ്റായിട്ട് അത് ഉണ്ടോ, എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത്. സോ ഫോർ ദാറ്റ് പർപ്പസ് വി ക്യാൻ ഗോ ഫോർ ദീസ് മെത്തേഡ്സ്. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലേബിൾഡ് വൈറ്റ് സെൽ സ്കാനിങ്, ബ്ലഡ് കൾച്ചേഴ്സ്, culture urine, sputum, stool, CSF, then morning gastric aspirates, abdominal CT scan or echocardiography, then CT, MRI and positron emission tomography. So this is the end of pyrexia of unknown origin. ഇപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഈ വീഡിയോ കാണുക. പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. 3 കണ്ടീഷൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞത്. സോ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞത് മാത്രം മതി നമുക്കിത് എഴുതാനായിട്ട്. പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ എന്തുകൊണ്ടാണ്? ദറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്, ദെൻ ലാസ്റ്റ് ഫോർ മോർ ദാൻ 3 വീക്സ്, ഫെയിലിയർ ടു റീച്ച് എ ഡയഗ്നോസിസ് ആഫ്റ്റർ 1 വീക്ക് ഓഫ് ഇൻപേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ. ഇതെന്താണെന്ന് അറിയപ്പെടുന്നു പറഞ്ഞു, അതർവൈസ് നോൺ ആസ് FUO, ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ ആണെന്ന് പറഞ്ഞു. സോ കാറ്റഗറീസ് ഏതൊക്കെയാണ്? ക്ലാസിക്, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഇമ്മ്യൂൺ ഡെഫിഷ്യന്റ് ഓർ ന്യൂട്രോപീനിക്, HIV അസോസിയേറ്റഡ്. എല്ലാത്തിനകത്തും ടെമ്പറേച്ചർ സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. ഇനി എറ്റിയോളജീസിലാണ് ഡിഫറൻസ് വരുന്നത്, അത് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നോളം പഠിക്കണം. ഓക്കെ, ദെൻ കോമൺ കോസസ് ഓഫ് ദിസ് FUO എന്തൊക്കെയാണ്? മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന 5 മെയിൻ കോസസ്: ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, viral infection, malignancy, autoimmune and miscellaneous. ഓക്കെ ആണല്ലോ. അപ്പോൾ പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രോപ്പറായിട്ട് എക്സാമിന് പഠിക്കുക, നന്നായിട്ട് ആൻസർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.